السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. جزاكم الله خيرا. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كلها ولا تكلنا إلى أنفسنا طرفة عين. ثم أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, കഴിഞ്ഞതിന് മുമ്പുള്ള ആഴ്ചയിൽ മനുഷ്യനെ ശൈത്താൻ തിന്മയിലേക്ക് നയിക്കുന്ന അവൻ്റെ കെണികൾ, കുതന്ത്രങ്ങൾ, അതിനെപ്പറ്റി നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അതിനോട് തുടർച്ചയായി അനുബന്ധമായി ശൈത്താൻ മനുഷ്യനെ സ്വാധീനിക്കുന്ന അവൻ്റെ കുതന്ത്രങ്ങളുടെ ഭാഗമായി മനുഷ്യനിലേക്ക് അവൻ പ്രവേശിക്കുന്ന ചില പ്രവേശ കവാടങ്ങൾ, അതല്ലെങ്കിൽ ശൈത്താന് മനുഷ്യനിലേക്ക് പ്രവേശിക്കാനുള്ള ചില തുരങ്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പണ്ഡിതന്മാർ ഈ വിഷയത്തെ വിളിച്ചത് മദാഖിലുൽ മആസി എന്നാണ്. തിന്മകളുടെ പ്രവേശന കവാടങ്ങൾ. എങ്ങനെയാണ് തിന്മകൾ ചെയ്യാൻ മനുഷ്യനെ ശൈത്താൻ പ്രേരിപ്പിക്കുന്നത്? ഒന്നാമതായി അന്നഫ്സുൽ അമ്മാറ, മനുഷ്യന്റെ തിന്മകളോട് ചാഞ്ഞ പ്രകൃതമുള്ള അവൻ്റെ അസ്തിത്വം. എല്ലാ മനുഷ്യന്മാരും തിന്മകളോട് ചാഞ്ഞവരായിട്ടാണ് അവരുടെ പ്രകൃതം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, തിന്മകൾ സംഭവിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടിയാൽ അവർ തിന്മയിൽ വീണുപോകും. അത് മനുഷ്യപ്രകൃതമാണ്. ഈ തിന്മയോട് ചാഞ്ഞു നിൽക്കുന്ന മനുഷ്യപ്രകൃതത്തെ ശൈത്താൻ അവൻ്റെ സൈനികരെ, അവൻ്റെ അനുയായികളെ വിട്ട് സ്വാധീനിക്കും. മനുഷ്യന് സ്വാഭാവികമായി ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ തിന്മകളായിരിക്കും, നന്മ ചെയ്യാൻ വെറുപ്പായിരിക്കും. അപ്പം മനുഷ്യ മനസ്സുകൾ കൊതിക്കുന്ന അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ദേഹേച്ഛകൾ, ഇത് പരമാവധി ശൈത്താൻ ആടിക്കത്തിക്കും. എന്നിട്ട് ശൈത്താൻ മനുഷ്യനിലേക്ക് പതുക്കെ ചില തുരങ്കങ്ങൾ വഴി, ചില ദ്വാരങ്ങൾ വഴി, സുഗൂറുകൾ എന്നാണ് അറബിയിൽ അതിനെ പറയുക, മനുഷ്യന്റെ കൽബിനെ കീഴടക്കും. ഇങ്ങനെ ശൈത്താൻ പതിയെ പതിയെ മനുഷ്യന്റെ കൽബിനെ ഫസാദിലാക്കുന്ന 6 തുരങ്കങ്ങളുണ്ട്, അതല്ലെങ്കിൽ 6 ദ്വാരങ്ങളുണ്ട്. 6 ശൈത്താന്റെ പ്രവേശന കവാടങ്ങളുണ്ട്. അതിലൊന്നാമതായി പറയാം സഗ്റുൽ ഐൻ. നമ്മുടെ കണ്ണാകുന്ന പൊത്തിലൂടെ, പഴുതിലൂടെ, തുരങ്കത്തിലൂടെ ശൈത്താൻ നമ്മിലേക്ക് പ്രവേശിക്കും, നമ്മുടെ കൽബിനെ കീഴടക്കും. കണ്ണുകൊണ്ട് എങ്ങനെയാണ് ശൈത്താൻ കളിക്കുക? ഫയജ്അലൂന നദ്റഹ തഫറുജൻ വതലഹിയൻ ലഅ്തിബാറൻ. മനുഷ്യനെ, അവന്റെ നോട്ടം, അവന്റെ കാഴ്ചകൾ, അത് പരിധിയില്ലാതെ കെട്ടഴിച്ചു വിടാൻ ശൈത്താൻ പ്രേരിപ്പിക്കും. എന്തും കാണാം, എന്തും കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാം. ഏത് ഹറാമും കണ്ണുകൊണ്ട് അനുഭവിക്കാൻ ശൈത്താൻ എന്ത് ചെയ്യും? നമ്മെ പ്രേരിപ്പിക്കും. പാടില്ലാത്ത ഹറാമായിട്ടുള്ള കാഴ്ചകൾ ഒരു ലജ്ജയുമില്ലാതെ, കണ്ണിന്റെ നോട്ടങ്ങൾക്കൊരു നിയന്ത്രണവുമില്ലാതെ ശൈത്താൻ
നമ്മെ നോക്കാൻ പ്രേരിപ്പിക്കും. ഇതാണ് ഒന്നാമത്തെ പഴുത്. രണ്ടാമത്തെ പഴുത്, രണ്ടാമത്തെ തുരങ്കം സഗ്റുൽ ഉദുൻ, നമ്മുടെ ചെവിയാണ്, കാതുകളാണ്. ഫയദ്ഖിലൂന മഅഹൽ ബാതിൽ വയംനഊന ദുഖൂലൽ ഹഖ്. ചെവികളിലൂടെ സകല തോന്നിവാസവും അനാവശ്യവും കേൾക്കാൻ ശൈത്താൻ നമ്മെ പ്രേരിപ്പിക്കും. നമ്മൾ കണ്ണുകളുടെ ഹറാമായ കാഴ്ചകളെ പറ്റി പറഞ്ഞു. ഈ കണ്ണുകളുടെ ഹറാമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരന്യ സ്ത്രീയെ നേർക്കുനേരെ നമ്മൾ കാണുന്നത് മാത്രമല്ല. ഇന്ന് കണ്ണുകളുടെ നോട്ടം അത് വ്യതിചലിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ സാധനം, സ്മാർട്ട് ഫോൺ. നമ്മുടെ വിരൽത്തുമ്പത്ത് നിർബാധമൊഴുകുന്ന ഇന്റർനെറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തു വൃത്തികേടും നമ്മുടെ കൺമുമ്പിൽ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് രഹസ്യമായി ആരും ചോദ്യം ചെയ്യാനില്ലാതെ കണ്ടാസ്വദിക്കാൻ നമുക്കൊരു തടസ്സവുമില്ല. ശൈത്താൻ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കാതിന്റെ കാര്യവും. ഈ സാധനം കൊണ്ട് സകല വൃത്തികേടും നമ്മൾ കേൾക്കുന്നു, കാണുന്നതോടൊപ്പം. സംഗീതം, ഇതുപയോഗിച്ച് അള്ളാഹുവിനെ ഭയക്കുന്ന ദീനിയായ ഉപദേശങ്ങൾ അത് നമുക്ക് സമ്മാനിക്കുന്ന സംഗതി ഒന്ന് ഉപയോഗപ്പെടുത്താൻ തുനിഞ്ഞാൽ വരെ യൂട്യൂബിലും മറ്റും വരും ആഡായിട്ട് മ്യൂസിക്. ഒന്നും വേണ്ട, നമ്മുടെ ഈ ഫോണിന്റെ റിംഗ് ടോണിന്റെ രൂപത്തിൽ വരും മ്യൂസിക്, അലാം ടോണിന്റെ രൂപത്തിൽ വരും മ്യൂസിക്. സംഗീതം ഹറാമാണ്. ഇങ്ങനെ ഹറാമായ കേൾവി അത് നിരന്തരം കേട്ട് കേട്ട് കാതിന് അതൊരു സുഖമുള്ള അനുഭവമാക്കി മാറ്റും ശൈത്താൻ. ഹറാമുകൾ കേൾക്കാൻ അവൻ കാതുകളിലൂടെ പ്രേരിപ്പിക്കും. എന്നാൽ ഹക്കായത്, ഖൈറായത്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നന്മയായി രേഖപ്പെടുത്തുന്ന കേൾവി, ഖുർആൻ കേൾക്കാൻ, ദീനിയായ ഉപദേശങ്ങൾ കേൾക്കാൻ, നന്മകളെക്കുറിച്ചുള്ള സംസാരം കേൾക്കാൻ, നല്ല വാക്കുകൾ കേൾക്കാൻ, ഈമാൻ വർദ്ധിക്കുന്ന സാരോപദേശങ്ങൾ അതിന് കാതോർക്കാൻ നമ്മെ ശൈത്താൻ തടയും. ഇതാണ് ശൈത്താന്റെ രണ്ടാമത്തെ പഴുത്, സഗ്റുൽ ഉദുൻ. മൂന്നാമത്തെ പഴുത്, മൂന്നാമത്തെ അവന്റെ പ്രവേശന കവാടം സഗ്റുൽ ലിസാൻ, നാവാണ്. ഫയജുറൂന അലൈഹി മിനൽ കലാമി മാ യദുറുഹു വലാ യൻഫഉഹു. നാവിലൂടെ അവനൊരു ഉപകാരവുമില്ലാത്ത ദോഷം മാത്രമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശൈത്താൻ പ്രേരിപ്പിക്കും. അത് ചിലപ്പോൾ തമാശയുടെ രൂപത്തിലായിരിക്കും. തമാശയിലൂടെ അവൻ കളവ് പറയും, തമാശയിലൂടെ തന്റെ സഹോദരനെ അവന് ഇഷ്ടമില്ലാത്ത പരദൂഷണം പറയും. അവൻ പ്രതികരിക്കുന്നില്ല, അവന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് പല ആളുകൾ ഗീബത്ത് പറയാ. അവനൊന്നും കാര്യമാക്കൂല എന്ന ന്യായം പറഞ്ഞിട്ടാണ് ഗീബത്തിന് നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂർ ജാമ്യം എടുക്കുക. അതല്ലെങ്കിൽ ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ഞാൻ അയാളെ കുറച്ചാക്കാൻ വേണ്ടി പറയല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഗീബത്ത് പറയാൻ മുൻകൂർ ജാമ്യം എടുക്കുന്ന ആളുകൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ രണ്ടാളുകൾക്കിടയിലുള്ള സംസാരം അത് യാതൊരു നന്മയുമില്ലാതെ മൂന്നാമത്തെ ആൾക്ക് ഷെയർ ചെയ്യാം. അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാനിടയായി, ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക. ഇങ്ങനെ ഗീബത്തും നമീമത്തും കളവും അന്യായവും എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് ആളുകൾക്ക് സംസാരിക്കാൻ ഒരു മടിയില്ലാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസ് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയഅതി അലന്നാസി സനവാത്തുൻ മുഖദ്ദഅത്ത്. ജനങ്ങളെ വഞ്ചിക്കുന്ന ചില വർഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ആ വർഷങ്ങൾ വന്നു കഴിഞ്ഞാൽ യുസദ്ദഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹ സാദിഖ്. സത്യസന്ധരായിട്ടുള്ള ആളുകളെ ആളുകൾ പറയും കള്ളന്മാരെന്ന്. സത്യം പറയുന്നവർ കള്ളന്മാരാക്കപ്പെടും. കള്ളന്മാരെ ആളുകൾ വിളിക്കും സത്യസന്ധരെന്ന്. മഹാകള്ളന്മാർ സത്യസന്ധന്മാരായും സത്യസന്ധന്മാർ കള്ളന്മാരായും ചിത്രീകരിക്കപ്പെടും. വയുക്തമനു ഫീഹൽ ഖായിൻ വയുഖവ്വനു ഫീഹൽ അമീൻ. വിശ്വസ്തരായിട്ടുള്ള ആളുകളെ മനുഷ്യന്മാർ വിളിക്കും വഞ്ചകനെന്ന്. വഞ്ചകന്മാരായിട്ടുള്ള കൊടും ചതിയന്മാരെ ആളുകൾ വിളിക്കും വിശ്വാസയോഗ്യരെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയൻതിഖു ഫീഹ റുവൈബിള. ആ കാലഘട്ടത്തിൽ റുവൈബിളമാർ നാക്കിട്ടടിക്കും. സ്വഹാബികൾക്ക് ആ പ്രയോഗം പുതുതായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് ഈ റുവൈബിളമാർ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു താഫിഹ് യതകല്ലമു ഫി അംരിൽ ആമ്മ. പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ സംസാരിക്കുന്ന അന്തസാരശൂന്യർ, ഒരു വിവരവുമില്ലാത്ത, ദീൻ സംസാരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആളുകൾ ഉമ്മത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ രംഗപ്രവേശം ചെയ്ത് നാക്കിട്ടടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ദീൻ പറയാൻ ഒരു യോഗ്യതയുമില്ലാത്തവർ ദീനിന്റെ കാര്യങ്ങൾ വലിയ വായിൽ മാലോകർക്ക് മുമ്പിൽ മുസ്ലിം ഉമ്മത്തിന്റെ വലിയ വിഷയങ്ങൾ ഇടപെട്ട് അഭിപ്രായം പറയുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ അതാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘടനകൾ, മുസ്ലിം കൂട്ടായ്മകൾ വളരും തോറും പിളർന്നുകൊണ്ടേയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ദീൻ കൈകാര്യം ചെയ്യുന്നവർ അതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. യോഗ്യതയില്ലാത്തവർ ദീനി രംഗങ്ങൾ കൈയടക്കുന്നതുകൊണ്ടാണ് ദീനിന്റെ വിഷയത്തിൽ ഇത്രയും അഭിപ്രായ ഭിന്നതകളും ഛിദ്രതകളും വളരും തോറും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. വൽഇയാദു ബില്ലാഹ്. അതുകൊണ്ട് വിവരമില്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ, യോഗ്യതയില്ലാത്തവർ ദീൻ പറയാതിരിക്കട്ടെ. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു, അവന്റെ ദീൻ ഇതാണ് എന്ന് പറയുന്നവർ അള്ളാഹുവിനെ ഭയക്കട്ടെ. അറിവില്ലാത്തത് പറയുന്ന അള്ളാഹുവിന്റെ പേരിലും അവന്റെ റസൂലിന്റെ പേരിലും കളവ് പറയുന്നതിന് തുല്യമാണ്. വൽഇയാദു ബില്ലാഹ്. ഇങ്ങനെ നാവുകൊണ്ട് പറയാൻ പാടില്ലാത്തതൊക്കെ പറയാൻ ശൈത്താൻ നമ്മെ പ്രേരിപ്പിക്കും. പറയേണ്ടത് പറയാതിരിക്കാനും ശൈത്താൻ നമ്മെ പ്രേരിപ്പിക്കും. ഇതാണ് മൂന്നാമത്തെ ശൈത്താന്റെ തുരങ്കം. നാലാമത്തത് സഗ്റുൽ ഫം. വായിലൂടെ ശൈത്താൻ നമ്മുടെ ആമാശയത്തിലേക്ക് ഹറാമായ ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും പ്രവേശിപ്പിക്കും. പലിശയും ഹറാമായ സമ്പാദ്യവും കൊണ്ട് അവൻ വാങ്ങിക്കൂട്ടുന്ന ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും, ഹറാമായ ഭക്ഷണം ശൈത്താൻ മനുഷ്യന്റെ വയറ്റിലേക്ക് എത്തിക്കും. അത് ഹറാമായ സമ്പാദ്യത്തിലൂടെ എന്ന് മാത്രമല്ല, അന്യമതസ്ഥരോടുള്ള സൗഹൃദം എന്ന പേരിൽ അവരുടെ ശിർക്കനാഘോഷങ്ങൾ, ഓണമാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിലില്ലാത്ത അനാചാരങ്ങളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണമാകട്ടെ, മൗലീദിനും അതുപോലെ തന്നെ ആണ്ടാഘോഷത്തിനും നേർച്ചക്കും ഉറൂസിനും നബിദിനാഘോഷത്തിനും വിളമ്പുന്ന ഭക്ഷണമാകട്ടെ, അതൊരു മിഠായി തന്നെയാകട്ടെ, നിസാരമായ എന്തെങ്കിലും ഒരു മധുര കഷ്ണമാകട്ടെ, എന്തുമാകട്ടെ, ഹറാമായ ഭക്ഷണങ്ങൾ നമ്മുടെ വായിലൂടെ ആമാശയത്തിലേക്ക് എത്തിക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾക്ക് ഇതൊന്നും ഒരു വിലയില്ല ഇന്ന്. അതെന്തൊരു ഭക്ഷണമല്ലേ, ഭക്ഷണത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ, ഭക്ഷണത്തിലിപ്പോൾ ദീനൊന്നും ഇല്ലല്ലോ, ഭക്ഷണത്തിലിപ്പോൾ കക്ഷിയും പാർട്ടിയും ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ എന്നാണ് ആളുകൾ ചോദിക്കുക. നമ്മൾ അറിയാതെ ഹറാമ് നമ്മൾ തിന്നുന്ന അവസ്ഥയിലേക്ക് ശൈത്താൻ നമ്മളെ കൊണ്ടെത്തിക്കും. അത് പലിശയോ ഹറാമായ സമ്പാദ്യം മുഖേന മാത്രമല്ല എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇതാണ് നാലാമത്തെ രൂപം. അഞ്ചാമത്തെ രൂപം സഗ്റുൽ യദ്. കൈകളിലൂടെ ഹറാമായത് സ്പർശിക്കാൻ അന്യസ്ത്രീകളെ മുസാഫഹത്ത് ചെയ്യുക. ഇന്ന് മതനേതാക്കൾ വരെ വലിയ വേദികളിൽ രാഷ്ട്രീയവും അതല്ലെങ്കിൽ സാമൂഹിക പ്രബുദ്ധതയൊക്കെ പറഞ്ഞിട്ട് അന്യ സ്ത്രീകളെ മുസാഫഹത്ത് ചെയ്യാൻ, ഹസ്തദാനം ചെയ്യാൻ ഒരു മടിയില്ല. തങ്ങളുടെ വേദികളിൽ, സമ്മേളന നഗരികളിൽ അന്യ സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തി ആനയിക്കാനും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കാനും അവരെ സ്പർശിക്കാനൊരു മടിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യ സ്ത്രീക്ക് ഹസ്തദാനം നൽകുന്നതിനേക്കാൾ നിനക്കുത്തമം ഒരുരുമ്പിന്റെ സൂചിമുനമ്പ് കൊണ്ട് നീ നിന്റെ തലയിൽ, മൂർധാവിൽ കുത്തിയിറക്കലാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹറാമായ സ്പർശനം, അതിനിപ്പോ അന്യരെന്ന് നമ്മുടെ കണ്ണിൽ തോന്നാത്ത, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ആങ്ങള് പെങ്ങള് എന്ന പ്രയോഗത്തിലൂടെ ദീൻ ഹറാമാക്കിയ എന്നാൽ നമ്മൾ ഹലാലാക്കുന്ന ബന്ധങ്ങൾ, കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ സംസ്കാരം, കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ, ആങ്ങളെയും പെങ്ങളെയാണ് നമ്മുടെ ഭാഷയിൽ. അവരന്യരാണ്. സഹോദരങ്ങളുടെ മക്കൾ, അതുപോലെ തന്നെ സഹോദരിമാരുടെ മക്കൾ, അമ്മായിന്റെ മകൾ, അമ്മായിന്റെ മകൻ, അമ്മാവന്റെ മകൾ, അമ്മാവന്റെ മകൻ, ഇവരന്യരാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അവർ തമ്മിൽ വിവാഹബന്ധം ഹലാലാണ്. ഇവരെ നമ്മൾ ആങ്ങളെയും പെങ്ങളെയാക്കി അവർക്ക് സ്വന്തം ഉമ്മയിലും ഉപ്പയിലും പറഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുവദിച്ചു കൊടുക്കുന്ന, നമ്മുടെ വീട്ടിലെ സ്വന്തം മക്കൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയാണ്. എത്രയെത്ര കേട്ടാലിറക്കുന്ന,
കേൾക്കാൻ സാധിക്കാത്ത വാർത്തകളാണ് ഈ രംഗത്ത് നമ്മൾ അള്ളാഹുവിന്റെ ദീനടച്ച പഴുതുകൾ തുറന്നിട്ട് കൊടുത്തിട്ട് സംഭവിച്ചിട്ടുള്ളത്. എത്ര അനിഷ്ടകരമായ നാറിപ്പൊളിക്കുന്ന വാർത്തകളാണ് ഈ രംഗത്ത് കുടുംബങ്ങളിൽ കേൾക്കുന്നത്. ഏട്ടന്റെ ഭാര്യ അനിയന്റെ ഭാര്യയും തമ്മിൽ യാതൊരു മറയില്ല. മൂത്തച്ചി ഇളച്ചിയും ഇങ്ങനെ പ്രയോഗം നടത്തി ഇസ്ലാമിൽ ഒരു പരിധി നിശ്ചയിച്ച് അതല്ലെങ്കിൽ അകലം പാലിക്കാൻ പറഞ്ഞ ബന്ധങ്ങളൊന്നും നമുക്കൊരു വിഷയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഹറാം പ്രവർത്തിക്കുന്നവരെ തടയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഹറാമിന് നമ്മൾ അനുവാദം കൊടുക്കുകയാണ്. ഹറാം ചെയ്യുന്നവരെ കൈക്ക് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ശൈത്താൻ അതിനെ നമ്മെ പ്രോത്സാഹിപ്പിക്കും. സത്യം അതിനുവേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ശൈത്താൻ നമ്മെ തടയും, നമ്മെ ലജ്ജിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ കരങ്ങളിലൂടെ ശൈത്താൻ നമ്മിലേക്ക് പ്രവേശിക്കും. ആറാമത്തെ രൂപം സഖറു റിജിൽ, നമ്മുടെ കാൽപാദങ്ങളിലൂടെ, നമ്മുടെ കാലുകളിലൂടെ ശൈത്താൻ നമ്മെ കീഴടക്കും. അതെങ്ങനെയാണ്? ഫയജ്അലൂനഹാ തംശി ഇലൽ ബാത്തിൽ, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നടന്നു സഞ്ചരിക്കാൻ, അതിനുവേണ്ടി എത്ര ദൂരം യാത്ര ചെയ്യാനും എത്ര വെയിൽ കൊള്ളാനും എത്ര ക്യൂ നിൽക്കാനും ആളുകൾക്കൊരു മടിയില്ല. എത്ര മണിക്കൂറുകളോളം നിന്ന് ഉയർക്കാനും ആളുകൾക്കൊരു പ്രയാസമില്ല. അല്ലേ? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒന്ന് കാൽനടയായി ഒന്നും വേണ്ട, നമുക്ക് സ്വന്തം ഉപകാരത്തിന് മസ്ജിദിലേക്കൊന്ന് നടന്നു വരാൻ, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി 4 വീട്ടിലേക്ക് നമ്മളെ മസ്ജിദിലേക്ക് ക്ഷണിക്കാനൊന്ന് നടന്നു നീങ്ങാൻ, അതല്ലെങ്കിൽ ഒരു ലഘുലേഖ കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒരു പുസ്തകം, ഒരു നല്ല നസീഹത്ത് അത് കൈമാറാൻ നമുക്ക് നടക്കാൻ വയ്യ. എന്നാൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി റോട്ടിലിറങ്ങി അന്തരീക്ഷത്തെ മർദ്ദിച്ച് മുദ്രാവാക്യം വിളിച്ച് മാർഗതടസ്സമുണ്ടാക്കി മനുഷ്യരെ മാലോകരെ ബുദ്ധിമുട്ടിക്കാൻ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർക്കൊരു പ്രശ്നമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണെന്ന ഭാഷ്യത്തിൽ റോട്ടിൽ സകല ഹറാമുകളും പേക്കൂത്തുകളും നടത്താൻ മുസ്ലിം ഉമ്മത്തിന് തടസ്സമില്ല. കോടികൾ പൊടിപൊടിച്ച് സമ്മേളനം വിളംബരം ചെയ്ത് മാലോകർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യുന്നതിനപ്പുറത്ത് ഇങ്ങനെ റോഡും അതുപോലെ തന്നെ മറ്റു മനുഷ്യരുടെ പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ തടസ്സപ്പെടുത്താൻ ആളുകൾക്കൊരു പ്രയാസമില്ല. അപ്പോൾ അനാവശ്യങ്ങളിലേക്ക്, അതിനപ്പുറത്ത് നിസ്കാരം പാഴാക്കി, ജമാഅത്ത് പാഴാക്കി, അല്ല ഇന്നത്തെ ആധുനിക യുവതലമുറയുടെ ഈ ഹറാമായ നടത്തങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇന്ന് മീറ്റർ കണക്കെ ടർഫുകളാണ്, അല്ലേ? ടർഫ് സംസ്കാരം. നേരം വെളുക്കോളം കുട്ടികൾ കളിക്കാണ്. എന്നിട്ടോ സുബഹി നിസ്കാരമില്ല, ഇശാഉല്ല, രാത്രി അങ്ങ് തുടങ്ങും നേരം വെളുക്കുന്നത് വരെ. മിണ്ടുമ്പോ ടർഫാണ്, മീറ്റർ കണക്കെ. അവിടേക്ക് നടന്നു പോകാൻ ഹറാമായ സദസ്സുകൾ, വിവാഹ സൽക്കാരങ്ങൾ, ഗാനമേളകൾ, DJ പാർട്ടികൾ, സിനിമാ തിയേറ്ററുകൾ, ആണും പെണ്ണും കൂടിക്കുഴയുന്ന ഇസ്ലാമിന്റെ സംസ്കാരവും സ്വത്വവും നശിപ്പിക്കുന്ന സദസ്സുകൾ, ഇവിടേക്ക് നടന്നു നീങ്ങാൻ ആളുകൾക്കൊരു മടിയില്ല. അവിടെ എത്ര നിന്ന് കാല് കഴക്കാനും ആളുകൾക്കൊരു പ്രയാസമില്ല. ഇങ്ങനെ നമ്മുടെ കാലുകളിലൂടെ ബാത്തിലിലേക്ക്, നിരർത്ഥകമായ കാര്യങ്ങളിലേക്ക് ശൈത്താൻ നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ശൈത്താൻ നമ്മെ പിടികൂടുന്ന 6 പഴുതുകൾ, 6 തുരങ്കങ്ങൾ. 1 കണ്ണ്, 2 കാത്, 3 നാവ്, 4 വായ്. വായിലൂടെ ഹറാമായ ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ 5-മത്തേത് കൈ, അനാവശ്യം സ്പർശിക്കാനും അനാവശ്യം ചെയ്യാനും കൈമുതിരും, ഹക്കിനെ തൊട്ട് കൈയിനെ തടയും. റിജിൽ, കാല്, അനാവശ്യങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ, ആവശ്യമുള്ളതിലേക്ക് നടക്കാതിരിക്കാൻ ശൈത്താൻ നമ്മെ തടയും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഈ മാർഗങ്ങൾ ശൈത്താൻ അവന്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കും. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ മാർഗങ്ങളിലേക്ക് നയിക്കുന്ന ശൈത്താന്റെ സൈനികരുണ്ടാകും, ആർമി ഉണ്ടാകും, സാറ്റാനിസ്റ്റുകൾ ഉണ്ടാവും. ഇന്ന് പച്ചയായി ഞങ്ങൾ സാറ്റാനിസ്റ്റുകളാണ് എന്ന് പറഞ്ഞു തന്നെ ആ വർഗം പ്രത്യക്ഷപ്പെടുകയാണ് നമ്മുടെ നാട്ടിലുണ്ട്, മലപ്പുറം ജില്ലയിലുമുണ്ട്. ഞങ്ങൾ പൈശാചിക ആരാധകന്മാരാണ് എന്ന് പറഞ്ഞു പ്രത്യക്ഷപ്പെടുന്ന സാറ്റാനിസ്റ്റുകൾ, മനുഷ്യപിശാചുക്കൾ. ഇവരെ ശൈത്താൻ അഴിച്ചുവിടും. എന്നിട്ട് ശൈത്താൻ അവരോട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് പോലും, ഫറാബിതു അലാ ഹാദിഹി തുഗൂരി കുല്ലൽ മുറാബത,
ഈ 6 പഴുതുകളിലൂടെ, ഈ 6 തുരങ്കങ്ങളിലൂടെ, അവന്റെ കണ്ണിലൂടെ, കാതിലൂടെ, വായിലൂടെ, നാവിലൂടെ, കരങ്ങളിലൂടെ, അവന്റെ കാലുകളിലൂടെ അവനെ വരിഞ്ഞു മുറുക്കൂ, അവനെ ബന്ധിക്കൂ, അവനെ ബന്ധനസ്ഥനാക്കൂ. ഫമതാ ദഖൽതും മിൻഹാ ഇലൽ ഖൽബി ഫഹുവ ഖതീലുൻ അസീർ. ഇങ്ങനെ അവന്റെ ഹൃദയത്തെ നീ സ്വാധീനിക്കൂ എന്ന് ശൈത്താൻ അവന്റെ അനുയായികളോട് പറയും. ഇങ്ങനെ അവന്റെ കൽബിനെ നീ കീഴടക്കിയാൽ നിനക്കടിയറവ് പറയുന്ന, നിന്റെ തടവറയിൽ തടങ്കലിലാകുന്ന തടവ് പുള്ളിയായ മനുഷ്യൻ മാറും എന്ന് ശൈത്താൻ അവന്റെ അനുയായികൾക്ക് ഓതി കൊടുക്കും, കോച്ചിങ് കൊടുക്കുന്നതാണ് ശൈത്താന്റെ മോട്ടിവേഷൻ. ഔ ജരീഹുൻ മുസ്ഖിൻ ബിൽ ജറാഹാത്ത്, അതല്ലെങ്കിൽ നിന്റെ പ്രഹരങ്ങളേറ്റ്, നിന്റെ ആയുധങ്ങളുടെ മുറിവേറ്റ്, വെട്ടേറ്റ് അനങ്ങാൻ പറ്റാത്ത, നിന്റെ കുത്തേറ്റ് പരിക്കിൽ അമർന്നു കിടക്കുന്ന പരവശനായവനായി നീ ആ മനുഷ്യനെ കാണും എന്ന് ശൈത്താൻ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണും കാതും നാവും വായും കൈയും കാലുമെല്ലാം ഇങ്ങനെ ശൈത്താന് തുരങ്കം വെക്കാനുള്ള അവയവങ്ങളായി നമ്മൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതല്ല, അതിലൂടെ ശൈത്താൻ നമ്മളെ കീഴടക്കുമ്പോൾ വകഞ്ഞു മാറ്റി ദീനിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നിതിനെ മുൻനിർത്തി നമ്മൾ വിലയിരുത്തണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന, ശൈത്താന്റെ പ്രവേശന കവാടങ്ങളിൽ ശൈത്താൻ മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന 3 പ്രധാനപ്പെട്ട സംഗതികളായി അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ചിലത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ശൈത്താൻ മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന 3 വാതിലുകൾ. ഒന്ന് ശുബ്ഹത്തിന്റെ വാതിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുമ്പ്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിൽ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കുക. അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ഈ കാലഘട്ടത്തിന് യോജിക്കുമോ, ഇത് നന്നാവുമോ, അതെങ്ങനെ ഇപ്പോൾ നടക്കുക, അങ്ങനെ നോക്കിയപ്പോൾ ജീവിക്കാൻ പറ്റുമോ, എന്തപ്പോൾ അത്? നമ്മൾ ജീവിക്കുന്ന കാലം മാറിയില്ല, കോലം മാറണ്ടേ, നാട്ടുകാരെ ഭയക്കണ്ടേ, സമൂഹത്തെ ഭയക്കണ്ടേ, ആളുകളുടെ ചോദ്യം ചെയ്യൽ, അവരെ പരിഹാസം, ബഹിഷ്കരണം, ഇങ്ങനെ പല ചിന്തകളും ദീനിന് തടസ്സമായി പല ആശയക്കുഴപ്പങ്ങൾ നമുക്ക് ഇട്ടുതരും. ദീനിൽ വളരെ സുസ്ഥാപിതമായ തെളിവുകൾ കൊണ്ട് സമ്പന്നമായ കാര്യങ്ങൾ ഇവരെ ആളുകൾ സംശയിക്കും. നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ് തൗഹീദ്. അള്ളാഹുവിന് മാത്രം ഇബാദത്തിന്റെ ഏതംശവും നൽകുക, അള്ളാഹു അല്ലാത്തവർക്ക് നൽകാതിരിക്കുക. അത് നൽകിയാൽ ശിർക്കാണ്. ദീനിന്റെ പകൽ വെളിച്ചം പോലെ ശുഭ്രപ്രഭയുള്ള ആദർശത്തിന്റെ അടിത്തറയാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ഒരേ ആളുകൾക്ക് സംശയമാണ്. അല്ലാത്തവരോട് വിളിച്ചാൽ, മുഹമ്മദ് നബിയെ വിളിച്ചാൽ എന്താ പ്രശ്നം, അമ്പർത്ത് തങ്ങളെ വിളിച്ചാൽ എന്താ പ്രശ്നം, അല്ലാത്തവർക്ക് നേർച്ചയാക്കി എന്താ പ്രശ്നം, ജാറത്തിൽ പോയി അവിടുത്തെ മൂപ്പരെ ഹക്ക് ജാഹ് ബർക്കത്തുണ്ട് തേടി എന്താ പ്രശ്നം, കുത്തുബിയത്ത് ഓതി എന്താ പ്രശ്നം, മങ്കൂസ് മൗലൂദ് ഓതി എന്താ പ്രശ്നം, നാരിയ സ്വലാത്തിന് എന്താ പ്രശ്നം, എന്താ പ്രശ്നം? അതൊക്കെ ശിർക്കിലേക്ക് നയിക്കുന്ന, ശിർക്കിന്റെ അംശങ്ങൾ പേറുന്ന ഇസ്ലാമിൽ അനാചാരങ്ങളാണ്, ഖുറാഫാത്തുകളാണ്. ദീനിന്റെ കാതലായ അടിത്തറകളിൽ വരെ ആളുകൾക്ക് സംശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വരെ ആളുകൾക്ക് സംശയമാണ്. ചില ആളുകൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ റബ്ബില്ല, അള്ളാഹിനെ പോലെ വേറെ അല്ലല്ല, അള്ളാഹു അല്ലാതെ ഖാലിഖില്ല. അത് ലാ ഇലാഹ ഇല്ലയുടെ അർത്ഥങ്ങളിൽ, അതിന്റെ അംശങ്ങളിലൊന്നാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? ലാ മഅ്ബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹനായി ന്യായമായും അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ. അള്ളാഹു തന്നെയാണ് റബ്ബ് എങ്കിൽ, അള്ളാഹു തന്നെയാണ് ഖാലിഖ് എങ്കിൽ, അള്ളാഹു തന്നെ മാലിക് എങ്കിൽ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് വകവെച്ചു കൊടുക്കാവൂ. അതിനർഹൻ അവനല്ലാതെ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ആളുകൾ സംശയിക്കുകയാണ്. ഇങ്ങനെ ദീനിന്റെ അടിത്തറകളിലും, അടിത്തറയിൽ വരെ ആളുകൾ സംശയിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലുമെല്ലാം ഇങ്ങനെ സംശയം ഉണ്ടാക്കി കൊടുത്ത് ശൈത്താൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കും. സഹോദരങ്ങളെ, കേവല സംശയം കൊണ്ട് നമ്മുടെ ഇസ്ലാം, ഈമാൻ ബാത്തിലാകും. നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് തെറിച്ചു പോകും. വളരെ ഗൗരവമുള്ള കാര്യമാണ്. വാക്ക് വേണമെന്നില്ല, പ്രവൃത്തി വേണമെന്നില്ല, ഉറച്ചു വിശ്വസിക്കണമെന്നില്ല. കേവല സംശയം കൊണ്ട്. ഉദാഹരണത്തിന് ഒരു ലളിതമായ ഉദാഹരണം പറയാം. കാഫിറായി മരിച്ച ഒരു വ്യക്തി, മുശ്രിക്കായി മരിച്ച വ്യക്തി, ഇസ്ലാമിലല്ലാതെ മരിച്ച ഒരു വ്യക്തി, അവന് സ്വർഗം ലഭിക്കുമെന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് സംശയിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇന്ന് മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ പേരിൽ വരെ സംശയമാണ്.
അതല്ല അയാൾക്കും സ്വർഗം കിട്ടുമെന്ന് പതിച്ചു നൽകുകയാണ്. മുസ്ലിം നാമധാരികൾ, പൊതുസമൂഹത്തിൽ ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചിരുന്ന ആളുകൾ, കാഫിറായ മുശ്രിക്കായ ഒരു വ്യക്തി, അയാള് നാളെ പരലോകത്തിൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എനിക്ക് സംശയമുണ്ട്. ഞാനത് ഉറപ്പിച്ചു പറയൂല. ഇന്നാൾ നരകത്തിൽ, ഇന്നാൾ സ്വർഗത്തിൽ എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയില്ല, പറയാൻ പാടില്ല, നമുക്ക് അതിനുള്ള അധികാരമില്ല. പക്ഷേ പൊതുവായ സ്വരത്തിൽ ശിർക്കിലായി മരിച്ച ഒരാൾ, കുഫറിലായി മരിച്ച ഒരാൾ, അയാൾ നാളെ നരകത്തിലായിരിക്കും. മുഅ്മിനാണോ തൗഹീദുള്ളവനായി മരിച്ചവനാണോ അവൻ നാളെ സ്വർഗത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് എന്നു പറയാൻ, ഉറപ്പിച്ച് വിശ്വസിക്കാൻ നമുക്ക് സംശയം പാടില്ല, സംശയത്തിന്റെ ഒരു കറ പോലും പാടില്ല. കാഫിറായ മുശ്രിക്കായ ഒരു വ്യക്തി നാളെ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് സംശയമുണ്ടായാൽ, മൻ ശക്ക ഫീ കുഫ്രിഹിം, കാഫിറായവൻ കാഫിറാണോ എന്ന് സംശയിച്ചാൽ ആ സംശയം കൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി നമ്മൾ കാഫിറാവുന്നതാണ്. തെളിവുകൾ എമ്പാടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. അതുപോലെ തന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ, ഏത് രംഗത്തെയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അത് സമ്പൂർണമാണ്, ഏറ്റവും മനോഹരമാണ്, കാലികമാണ്, പ്രസക്തമാണ്, സാർവജനീനമാണ്. ഇതാണിത് മുസ്ലിമിന്റെ വിശ്വാസം. ഇസ്ലാമിലെ ഏതെങ്കിലും നിയമങ്ങൾ, ചില ആളുകൾക്ക് സംശയം, ചില സ്ത്രീകൾക്ക് സംശയം, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ദീനിയായ സ്ത്രീകൾ തന്നെ, പർദ്ദ ധരിക്കുന്ന, നിഖാബ് ധരിക്കുന്ന സ്ത്രീകൾ തന്നെ, അവർക്ക് ഇസ്ലാമിലെല്ലാം ശരിയാണ്, പക്ഷെ ബഹുഭാരിത്വം അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാൽ ആ ബഹുഭാരിത്വം മോശമായിപ്പോയി. ഇസ്ലാമിൽ അള്ളാഹു നിയമമാക്കിയ നിയമമാണ്. അവരത് സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ, അവരത് പ്രോത്സാഹിപ്പിക്കട്ടെ, പ്രോത്സാഹിപ്പിക്കാതിരിക്കട്ടെ, പക്ഷേ അത് ശരിയായില്ല. അതിനേക്കാൾ നല്ലത് ഏകഭാരിത്വമാണ്, ഏകപത്നീവ്രതമാണ് എന്നൊരു പുരോഗമനവാദി, ഒരു ഫെമിനിസ്റ്റ് ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണെങ്കിലോ അത് കുഫറിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ്. എല്ലാം ശരി. ഇസ്ലാമിലെ ശിക്ഷാമുറകളുണ്ടല്ലോ അത് മോശമായിപ്പോയി, അത് കുറച്ച് കാടത്തമായി പോയി. കട്ടവന്റെ കൈവട്ടണം, വ്യഭിചാരി എറിഞ്ഞു കൊല്ലണം, അതുപോലെ തന്നെ പിന്നെ കൊന്നവനെ കൊല്ലണം, അത് ഇത്തിരി നീചത്വമായി പോയി. ബാക്കിയൊക്കെ ശരി. ഇസ്ലാമിന്റെ സാമ്പത്തിക, വൈയക്തിക, സാമൂഹിക രംഗങ്ങളുടെ അധ്യാപനങ്ങളൊക്കെ വളരെ മനോഹരമാണ്. പക്ഷെ ഇത് കുറച്ച് കടുപ്പായി പോയി എന്ന് പറഞ്ഞാലോ പറയണ്ട, അവന് തോന്നിയാൽ മതി മനസ്സിൽ. അതല്ലേ സംശയം. ഇതിനേക്കാൾ നല്ലത് വേറെ ഇല്ലേ? മനുഷ്യന്മാരുണ്ടാക്കിയ, നമ്മളുണ്ടാക്കിയ ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥിതികളിലില്ലേ? മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളിൽ എന്തിനാണ് ഇപ്പൊ എല്ലാ കാര്യത്തിനും നമ്മൾ ഇസ്ലാമിലെ വിധി തേടി പോണ്? ഇവിടുത്തെ കോടതിയിലേക്ക് പോയാൽ പോരെ? അവിടെ ഉണ്ടല്ലോ ജഡ്ജി വിധിക്കാൻ. ജഡ്ജി വിധിക്കുന്നതല്ല ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ടാ ആണോ? അള്ളാഹുവിന്റെ വിധിയല്ലാത്ത മറ്റുള്ളവരുടെ വിധി തേടി പോകുക, ഇസ്ലാമിനെതിരായി വിധിക്കുന്നവരുടെ വിധി തേടി പോകുക, ഇസ്ലാമിനേക്കാൾ നല്ലതുണ്ട് എന്ന് വിശ്വസിക്കുക അല്ല, ഇസ്ലാമിന് സമാനമായതുണ്ട് എന്ന് വിശ്വസിക്കുക അല്ല, അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയം ജനിക്കുക വരെ കുഫറിലേക്ക് നമ്മെ നയിക്കുന്ന ചിന്തയാണ്, സംശയമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ ദീനിൽ സംശയം ഉണ്ടാക്കി എന്നിട്ട് സംശയം കൊണ്ട് പോലും ശൈത്താൻ നമ്മളെ ദീനിന്റെ പടിക്ക് പുറത്തേക്ക് ക്ഷണിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. രണ്ടാമത്തേത് ശഹ്വത്താണ്. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ. ഈ ദേഹേച്ഛകൾ, ഒരാൾക്കൊരു സംഗതി ഹറാമെന്നറിയാം, അവിടെ ചിലപ്പോ നേരത്തെ പറഞ്ഞ ശുബഹത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദീൻ ശരിയായി പഠിക്കണം. ശരിയായ സോഴ്സിൽ നിന്ന് കറ കളഞ്ഞ് തെളിവുകൾ സഹിതം ദീൻ, നമ്മൾ ഓരോരുത്തരും നിർബന്ധമായ കാര്യങ്ങൾ, നമുക്ക് ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. കുറിച്ചു വെച്ചോളി. ഇവിടെ ഇരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്ക് എന്തൊക്കെ ദീനിൽ ചെയ്യൽ നിർബന്ധമായിട്ടുണ്ടോ, നിത്യജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യൽ നിർബന്ധമായിട്ടുണ്ടോ, അത് നമ്മുടെ ദുനിയാവിന്റെ രംഗത്താകട്ടെ, ദീനിയായ രംഗത്താകട്ടെ. ഇപ്പൊ കച്ചവടം ചെയ്യുന്നവർ, അവരെ കച്ചവടം എന്ന ഉപാധിയല്ലാതെ അവർക്ക് പണം സമ്പാദിക്കാൻ വേറെ മാർഗമല്ല. കച്ചവടത്തിലെ ഇസ്ലാമിക മാനം എന്താണ്, അധ്യാപനങ്ങൾ എന്താണ്, കറ കളഞ്ഞു പഠിക്കണം, നിർബന്ധമാണ് കച്ചവടക്കാർക്ക്. മറ്റു ഇടപാടുകൾ നടത്തുന്നവർ, ക്രയവിക്രയങ്ങളിൽ എന്താണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പഠിക്കണം. വിവാഹിതർ, വിവാഹരംഗത്തെ ഇസ്ലാമിന്റെ മാനം എന്താണെന്ന് പഠിക്കണം. മക്കൾ, രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ എന്താണെന്ന് പഠിക്കണം. മക്കളാണെങ്കിൽ രക്ഷിതാക്കൾ, മക്കളോടുള്ള ബാധ്യതകൾ ഇസ്ലാമിന്റെ രംഗത്ത് അതിന്റെ അധ്യാപനങ്ങൾ എന്താണ് പഠിക്കണം. വിദ്യാർത്ഥികൾ അധ്യാപകരോട്, അധ്യാപകർ വിദ്യാർത്ഥികളോട്, അതിനുമപ്പുറത്ത് അള്ളാന്റെ അടിമകൾ, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ എന്താണെന്ന് പഠിക്കണം. നിസ്കാരം, നോമ്പ്, സകാത്ത്, ദുആ, ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അത് സാർത്ഥകമാകാനുള്ള അതിന്റെ നിബന്ധനകൾ, അതിന്റെ സ്തംഭങ്ങൾ, അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ,
എത്രയെത്ര കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പ്രവർത്തിക്കേണ്ട രംഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. എന്താ നമ്മൾ പഠിച്ചത്? ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എന്നിട്ടും നമ്മൾ പഠിച്ചു എന്ന അഹങ്കാരമാണ് നമുക്ക്, തികഞ്ഞു എന്ന വ്യാമോഹമാണ് നമുക്ക്. അതുകൊണ്ട് ദീനിൽ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാകാൻ കാരണം ശരിയായ ദീൻ ശരിയായ റോഡത്തിൽ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്ന കൂട്ടത്തിലുള്ളവരോട് നിസ്കാരത്തിന്റെ ഷർത്തുകളൊന്ന് എണ്ണി പറയാൻ പറഞ്ഞാൽ ആർക്ക് സാധിക്കും? നിങ്ങൾ ആരും കുറ്റപ്പെടുത്തല്ല. നിസ്കാരത്തിന്റെ ഷർത്ത് പാലിക്കാതെ നിസ്കാരം ശരിയാവുമോ? ഔറത്ത് മറക്കുക, വുളുണ്ടാക്കുക, സമയമായി എന്നറിയുക, ഖിബിലക്ക് മുന്നിടുക, ഇതൊക്കെ നിസ്കാരത്തിന് മുമ്പ് ചെയ്യേണ്ട നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. വുളു എടുക്കാതെ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? നിസ്കാരം ശരിയാവില്ല. ഔറത്ത് മറക്കാതെ ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? നിസ്കാരം ശരിയാവില്ല. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട്. ആർക്കറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാപിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഷർത്തുകളുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാണ്. ആർക്കറിയാം ഇത്? നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും ഷർത്തുകൾ മുസ്ലിം ഉമ്മത്തിനെ എണ്ണി പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ ഈ നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും മുമ്പ് ഇസ്ലാമിക കാര്യങ്ങളിൽ ഒന്നാമതായി എണ്ണപ്പെട്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തുൽ ഷഹാദയുടെ ഷർത്തുകൾ ആരാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? ആരെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ആർക്കാണ് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളത്? ഈ ഷഹാദ ശരിയായിട്ടില്ലെങ്കിൽ കൂട്ടരെ, എന്ത് നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് സക്കാത്ത്, എന്ത് ഹജ്ജ്, എന്താ അമൽ ചെയ്തിട്ട് എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് ഇപ്പോഴും പഠിക്കാൻ മനസ്സില്ല. പിന്നെ എങ്ങനെയാണ് ദീനിന്റെ പേരിലുള്ള സംശയങ്ങൾ നമുക്ക് ഇല്ലാതെയാകുക? ഇതാണ് ശുബ്ഹത്തിന്റെ ഫിത്ന എന്ന് പറഞ്ഞത്. അപ്പോ ശുബ്ഹത്തിന്റെ ഫിത്നകൾ ഇല്ലാതിരിക്കാൻ ശരിയായ ദീൻ സത്യസന്ധമായ തേട്ടത്തോടെ മനസ്സിൽ ഇഖ്ലാസോടുകൂടി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമ്മെ ശരിയായ ദീനിലേക്ക് എത്തിക്കും ഇൻഷാ അള്ളാഹ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. എന്നാൽ രണ്ടാമത് പറഞ്ഞ കാര്യം ഷഹ്വത്ത്, അത് വിവരമുള്ള അറിവുള്ളവരെയും ബാധിക്കും. ഒരു കാര്യം ഹറാമാണെന്നറിയാം, പലിശ ഹറാമെന്നറിയാത്ത ആരാണുള്ളത്? സംഗീതം ഹറാമാണെന്നറിയാത്ത 4 മദ്ഹബിന്റെ അഇമ്മത്തുകൾക്കും ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എന്ത്? സംഗീതവും വാദ്യോപകരണങ്ങളും ഹറാമാണെന്നുള്ളത്. അതുപോലെ തന്നെ പുരുഷൻ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഹറാമാണെന്നുള്ള വിഷയത്തിൽ ആർക്കാണ് സംശയമുള്ളത്? പുരുഷൻ താടി വടിക്കൽ ഹറാമാണെന്നുള്ള വിഷയത്തിൽ ഏത് ഇമാമിനാണ് സംശയമുള്ളത്, അഭിപ്രായ വ്യത്യാസമുള്ളത്? പക്ഷെ നമുക്കതൊന്നും ഒരു വിലയില്ലാത്ത സംഗതികളാണ്. ഹറാമാണെന്നറിഞ്ഞിട്ടും ഒരു സംഗതി പ്രവർത്തിക്കുക, ഇതിനാണ് ശഹ്വത്തിന്റെ ഫിത്ന എന്ന് പറയാം. വാജിബാണെന്നറിഞ്ഞിട്ടും ശർഈയായ കാരണങ്ങളില്ലെങ്കിൽ മസ്ജിദിൽ 5 നേരവും സുബ്ഹി മുതൽ ഇശാ വരെ ജമാഅത്തായിട്ടാണ് പുരുഷൻ നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇത് വാജിബാണ്. പുരുഷൻ താടിവെക്കൽ വാജിബാണ്. പുരുഷൻ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കൽ വാജിബാണ്. സ്ത്രീ അന്യ പുരുഷരുടെ മുമ്പിൽ അവരെ സൗന്ദര്യത്തിന്റെ പ്രകടഭാവമായ മുഖം പോലും മറയ്ക്കൽ നിർബന്ധമാണ്, വാജിബാണ്. അതല്ലെങ്കിൽ സ്ത്രീയുടെ മുഖം സൗന്ദര്യമല്ല നമ്മൾ പറയേണ്ടി വരും. ഇങ്ങനെ വാജിബായ എത്രയെത്ര കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ നിർബന്ധമായും ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അതിന്റെ ദീനിന്റെ നിലപാടെന്തെന്ന് പഠിക്കൽ വാജിബാണ്. വാജിബാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഒഴിവാക്കുന്നു. ഇതിനാണ് ഇതെന്ന് പറയാം ശഹ്വത്തിന്റെ ഫിത്ന എന്ന് പറയാം. ഇത് പഠിച്ച ആളുകൾ ചിലപ്പോൾ ചെയ്യും. ഇവിടെ ഈ ശഹ്വത്തിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തഖ്വയോടുകൂടി മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് സദാ തിന്മകളിൽ നിന്ന് കാത്തുകൊള്ളാൻ കാവൽ ചോദിക്കുക എന്നുള്ളതാണ്. ഇതാണ് ശൈത്താൻ നരകത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം അൽ ഗളബ്, പടപ്പുകളോടുള്ള, അള്ളാഹുവിന്റെ പടപ്പുകളോടുള്ള ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം. ഇതിലൂടെ മനുഷ്യൻ സകല അതിക്രമവും പ്രവർത്തിക്കും. ആളുകളെ കൊല്ലാനും നശിപ്പിക്കാനും ശത്രുത വെച്ച് പുലർത്താനും പാരപണിയാനും പരദൂഷണവും ഏഷണയും കൊണ്ട് നടക്കാനും എന്തൊക്കെ തനിക്ക് ശത്രുതയുള്ള ദേഷ്യമുള്ള ആളുകളോട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ മനുഷ്യന്മാർ മടിക്കൂല. ഗളബ്, ദേഷ്യം, കോപം എന്ന കവാടത്തിലൂടെ ശൈത്താൻ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വേറൊരിടത്ത് പറഞ്ഞു,
ശൈത്താൻ മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന 3 വേറെ രംഗങ്ങളുണ്ട്. 3 മറ്റു ചില രംഗങ്ങളുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ കിതാബുകളിൽ നിന്ന് സമാഹരിച്ച ഷെയ്ഖ് സഈദ് അൽ ഖഹ്താനി റഹിമഹുല്ലാ അദ്ദേഹം സമാഹരിച്ച ചില പാഠങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ രംഗത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, മനുഷ്യനെ ശൈത്താൻ തിന്മയിലേക്ക് നയിക്കുന്ന വേറെയും ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത് അത്തസയ്യുദ് വൽ ഇസ്റാഫ്, ആർഭാടവും ധൂർത്തും, അനാവശ്യമായ അമിതമായ ചെലവഴിക്കലും ധൂർത്തും. അതായത് മനുഷ്യന് ആവശ്യമുള്ള സംഗതി ഉണ്ടാവും. ഇപ്പൊ ഭക്ഷണം കഴിക്കണം, ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം കഴിക്കണം. എത്ര കഴിക്കണം? വിശപ്പടങ്ങാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ഫുഡ് കൾച്ചർ എന്താണ്? ആദമിന്റെ സന്തതികൾക്ക് അവരുടെ മുതുക് നിവർത്താൻ പാകത്തിനുള്ള 2-3 ഉരുളകൾ മതി. 3-1 ഭക്ഷണത്തിന്, 3-1 വെള്ളത്തിന്, 3-1 വായുവിന് ഒഴിച്ചിടാൻ. അല്ലേ? വല്ലാതെ പട്ടിണി പിടികൂടിയ ദാരിദ്ര്യത്തിലകപ്പെട്ട സോമാലിയയിലെ കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പട്ടിണി സഹിക്കാൻ പറ്റുള്ള മുതുക് വളഞ്ഞിട്ടായിരിക്കും. ഈ മുതുക് നിവരാത്താൻ തോന്നുന്നത് പട്ടിണി കിടന്ന് സഹിച്ച് അങ്ങനെ മുതുക് വളഞ്ഞു പോയതാണ്. ഈ മുതുക് നിവർത്താൻ പാകത്തിനുള്ള, പട്ടിണി അകറ്റാൻ പാകത്തിനുള്ള ഭക്ഷണം മതി. അപ്പൊ നമ്മുടെ വിശപ്പ് തൽക്കാലം ഒന്ന് ശമിക്കാൻ, നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഉരുളകളാണ് നമ്മുടെ ഹാജത്തിനുള്ളത്. അതും കഴിഞ്ഞ് ആമാശയം ഫുൾ ടാങ്കാക്കി പള്ളിയിൽ നിറഞ്ഞ് മൂക്കുമുട്ടി തിന്നുക എന്നുള്ളതോ 5 നേരവും 4 നേരവും മൂക്കുമുട്ട മൃഷ്ടാന്ന ഭോജനം നടത്തുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഫുഡ് കൾച്ചറല്ല. മുസ്ലിമീങ്ങൾക്ക് ഇന്നും ദഹിക്കാത്തൊരു പാഠമാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഈ ഫുഡ്, ഭക്ഷണം നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞാൽ അതിലൂടെ ശൈത്താൻ നമ്മളെ പിടികൂടും, മടികൂടും. ഇബാദത്ത്, ശഹവത്ത്, ഇബാദത്തിൽ നിന്ന് മടി പിടികൂടി ശഹവത്തിൽ ഈ ഭക്ഷണം വല്ലാതെ കഴിക്കുന്നവർക്ക് പറയാനുള്ളത് മുഴുവൻ ഭക്ഷണത്തിന്റെ കഥകളായിരിക്കും, ഭക്ഷണത്തിന്റെ പോരിശകളായിരിക്കും, ഭക്ഷണത്തിന്റെ ഫളായിലുകളായിരിക്കും. അതുപോലെ തന്നെ ഉറക്കം. ഒരാരോഗ്യമുള്ള മനുഷ്യൻ 6 മണിക്കൂർ റാഹത്തായി ഉറങ്ങിയാൽ അവന്റെ ഡെയിലി ലൈഫിൽ ആരോഗ്യം നിലനിർത്താൻ അത് മതി. 6 മണിക്കൂർ. അതിനപ്പുറത്ത് ഉറങ്ങലോ? അത് ആവശ്യത്തിനപ്പുറത്താണ്, തസയ്യുദാണ്, ഇസ്റാഫാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ശാരീരികമായ ആവശ്യം പൂർത്തീകരിക്കൽ, ലൈംഗികത, ഇതെല്ലാം ആവശ്യത്തിനപ്പുറത്ത് അത് തന്നെ ജീവിതമാക്കി കൊണ്ട് നടക്കുന്നവർ. വിശ്രമം, ഉറക്കം, ഭക്ഷണം, വസ്ത്രം. ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ള നമ്മളെ വസ്ത്രത്തിന്റെ കണക്കെടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ളതാണോ, അത്യാവശ്യത്തിനുള്ളതാണോ, അനാവശ്യമാണോ, അതിനപ്പുറത്താണോ? ഒന്നും വേണ്ട. നമ്മുടെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ എണ്ണ എടുത്താൽ മതി, നമ്മൾ കണക്കെടുപ്പെടുത്താൽ മതി. എത്ര ജോഡി ചെരുപ്പുണ്ടാവും നമുക്ക്? ഇങ്ങനെ ഓരോന്നും, വാച്ച്, അതല്ലെങ്കിൽ മറ്റ് നമ്മൾ ധരിക്കുന്ന എന്ത് രംഗവുമാകട്ടെ, വീട്ടിലുള്ള സാധനങ്ങൾ, സാമഗ്രികൾ, നമ്മുടെ വാഹനം, ആവശ്യത്തിന് വാഹനം വേണം. ചില ആളുകൾക്ക് വർഷം വാഹനം വാങ്ങലാണ്. ഇങ്ങനെ ഏത് സംഗതിയും, നമുക്ക് ദുനിയാവിൽ അള്ളാഹു ഹലാലാക്കിയ ഏത് സംഗതിയും ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അതാണ് ഇസ്റാഫ്, അതാണ് അമിതം, അതാണ് ധൂർത്ത്, ആർഭാടം. ഈ മേഖലയിലൂടെ ശൈത്താൻ നമ്മെ പിടികൂടും, എന്നിട്ട് അതിൽ തളച്ചിടും. അത് തന്നെ അവന്റെ ജീവിതം. അതിനുവേണ്ടി അവൻ ജീവിതം ഒഴിഞ്ഞു വെക്കും, അതിലായി ജീവിച്ച് അതിലായി മരിക്കും. അവൻ ദീനിൽ നിന്ന് അകന്നുപോകും. കാരണം റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ, അമിതമായി പ്രവർത്തിക്കുന്നവർ, ചെലവഴിക്കുന്നവർ, അവർ ശൈത്താന്റെ സഹോദരങ്ങളാണെന്നാണ്. ശൈത്താൻ അതിലൂടെ അവരെ ക്ഷണിക്കും. ശൈത്താന്റെ സഹോദരി ബന്ധത്തിലേക്ക് ഇതിലൂടെ ശൈത്താൻ നമ്മെ ക്ഷണിക്കും. രണ്ടാമത്തെ രംഗം അൽ ജിഹത്തു അസാനിയ അൽ ഗഫ്ല, അശ്രദ്ധ. അശ്രദ്ധയിലൂടെ ശൈത്താൻ നമ്മളെ പിടികൂടും. എന്താണ് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ? എന്താ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതെ മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ അവസ്ഥകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അള്ളാഹുവിനെ സ്മരിക്കാതെ, അള്ളാഹിനെ ഓർക്കാതെ ജീവിക്കുന്ന അവസ്ഥ. ഇതിനാണ് ഗഫ്ലത്ത് എന്ന് പറയാം. നമ്മുടെ സംസാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ സംസാരത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഗഫ്ലത്താണ്. നമ്മുടെ ചിന്തകളിൽ
അള്ളാഹുവിനെ നമ്മൾ ഓർത്തിട്ടില്ലെങ്കിൽ ചിന്തകളിൽ നമുക്ക് സംഭവിക്കുന്ന ഗഫ്ലത്താണ്. നമ്മുടെ അവസ്ഥകളിൽ ചിലപ്പോൾ നമ്മൾ വിദേശത്തായിരിക്കും, ചിലപ്പോൾ നാട്ടിലായിരിക്കും, ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് ഒറ്റക്കായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാർക്കിടയിൽ ആൾക്കൂട്ടത്തിലായിരിക്കും, ചിലപ്പോൾ കളിക്കുന്നിടത്തായിരിക്കും, ചിലപ്പോൾ മസ്ജിദിലായിരിക്കും. ഏതവസ്ഥയിലും അള്ളാഹുവിനെ നമ്മൾ വിസ്മരിക്കുന്നു, ഗഫ്ലത്താണ്. ഈ ഗഫ്ലത്ത് എപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവോ അതിലൂടെ ശൈത്താൻ നമ്മെ പിടികൂടും. ഈ ഗഫ്ലത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന സുരക്ഷാ കവചമാണ് ഹിസ്നുൽ മുസ്ലിം. എന്താണത്? നിത്യജീവിതത്തിൽ ഓരോ രംഗത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ദുആ ദിക്റുകൾ. ഏതു രംഗത്താണ് നിങ്ങളൊന്ന് മറിച്ചു നോക്കൂ. ഇവിടെ ഇല്ലേ മലയാളത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ദിക്റുകളും ദുആകളും. നേരം വെളുത്തെഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെ ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ നിമിഷാർദ്ധങ്ങളിൽ അവൻ ചൊല്ലേണ്ടുന്ന പതിവാക്കേണ്ടുന്ന ദുആ ദിക്റുകൾ എവിടെയാണ് വിട്ടുപോയത്? ഏറ്റവും സാധ്യതയുള്ള നമ്മുടെ ഇണയുമായുള്ള രഹസ്യവേളയിൽ വരെ നമുക്ക് ദിക്റുണ്ട്. ഏറ്റവും സാധ്യതയുള്ള ടോയ്ലറ്റിൽ നമ്മുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ചെല്ലുമ്പോഴും ഇറങ്ങുമ്പോഴും വരെ നമുക്ക് ദിക്റില്ലേ? ഇല്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, കച്ചവട രംഗത്ത്, മഴ പെയ്താൽ, ഇടിവെട്ടിയാൽ, കോഴി കൂകിയാൽ, നായ കുരച്ചാൽ, എവിടെയാണ് ഇല്ലാത്തത് ദിക്ർ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗഫലത്തിൽ നിന്ന് നമ്മെ സുരക്ഷിതമായ ദിക്റിന്റെ കോട്ടയിൽ തളച്ചിടാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ശൈത്താൻ നമ്മളെ പിടികൂടും. നിത്യജീവിതത്തിലെ ദുആ ദിക്റുകളുടെ പ്രസക്തി ഇതാണ്. ഗഫലത്ത് നമ്മിൽ നിന്ന് ഇല്ലാതാക്കാൻ, ശൈത്താന് പിടികൊടുക്കാതിരിക്കാനാണ്. എപ്പോഴാണോ നമ്മൾ ഈ ഗഫലത്തിന്റെ കവാടം തുറന്നു വെച്ചത്, ദിക്റിന്റെ കവാടം കൊട്ടിയടച്ചത്, അപ്പോൾ ശത്രുവായ പിശാച് നമുക്കുമേൽ ചാടി വീഴും. എന്നിട്ട് അവൻ നമ്മയും കൊണ്ടുപോകും. ഇതാണ് ഗഫലത്ത്. മൂന്നാമത്തെ രംഗം തകല്ലുഫു മാ ലാ യഅനീഹി മിൻ ജമീഇൽ അശ്യാ. ഏത് രംഗത്തും നമുക്ക് ആവശ്യമില്ലാത്തതിൽ പോയി നമ്മൾ ഇടപെടുക എന്നുള്ളത്, അവിടെ ശൈത്താൻ നമ്മൾ പിടിക്കും. ആവശ്യമുള്ളിടത്ത് നമ്മൾ സംസാരിച്ചാൽ മതി. എല്ലായിടത്തും കയറി അഭിപ്രായം പറയാൻ ആരും നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. ചില ആളുകൾ അങ്ങനെയാണ്. നാട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും മൂപ്പർക്ക് 4 വർത്താനം പറയണം, മൂപ്പർക്ക് 4 വാചകം ഫേസ്ബുക്കിൽ കോറിയിടണം, അതല്ലെങ്കിൽ മൂപ്പർക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി 5 വാചകങ്ങൾ അത് നാവ് കൊണ്ട് അയവിറക്കണം. എന്ത് രംഗത്തും ഏത് രംഗത്തും അങ്ങനെയുണ്ട് ചില ആളുകൾ. നമുക്കാവശ്യമില്ലാത്തത് വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, ചിന്തയാകട്ടെ, സമീപനമാകട്ടെ, നിലപാടാകട്ടെ, നമ്മളതിന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ നന്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ ഇസ്ലാം അവനിൽ നന്നായിത്തീരുന്നു എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഒരു നല്ല മുസ്ലിമിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത രംഗത്തിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. ആവശ്യമില്ലാത്ത ചർച്ചയിൽ, ആവശ്യമില്ലാത്ത കാഴ്ചയിൽ, ആവശ്യമില്ലാത്ത കൂടിക്കാഴ്ചയിൽ, ആവശ്യമില്ലാത്ത സംസാരത്തിൽ, കേൾവിയിൽ, വർത്തമാനത്തിൽ, ഇവിടെ ഒന്നും ഒരു നല്ല മുസ്ലിമിനെ കാണാൻ പറ്റൂല. നമ്മളവിടെ കാണുന്നുണ്ടോ? മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ഇസ്ലാം നമ്മിൽ നന്നായിട്ടില്ല. ആ രംഗത്തിലൂടെ ശൈത്താൻ നമ്മെ വലിച്ചുകൊണ്ടുപോകും. സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ശേഷം തുടർന്ന് പറയും,